നിങ്ങളാരാണ് എന്റെ വ്യക്തിത്വത്തിന് മാർക്കിടാൻ? നിങ്ങളാരാണ് ശ്രീമതി ഷമ മുഹമ്മദ്? നിങ്ങൾക്ക് അതിന് ആരും ലൈസൻസ് തന്നിട്ടില്ല. മനസ്സിലായല്ലോ? എന്താണിത്? ഞാൻ അല്ല, ഇത് എന്താണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നയവുമായി ഇതിനെന്താ ബന്ധമെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ഡൽഹി പോലീസ് ആരടിയില്ല. ഒന്ന് മറുപടി പറയോ? ഡൽഹി പോലീസ് ആരടുത്ത റിപ്പോർട്ട് ചെയ്യുന്നത്? അമിത്ഷാ ആഭ്യന്തരമന്ത്രി. പിന്നെ നരേന്ദ്രമോദി, അമിത്ഷാ അല്ലെ? നിങ്ങൾ ഇങ്ങനെ കളിക്കാൻ പാടില്ല. ഇവിടെ വന്ന് കള്ളം പറയരുത്. പ്രശ്നം വെക്കുന്നിടത്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഈ തടിച്ചിട ഒരു സംശയങ്ങള്. അമിത്ഷാന്റെ അടിയിലാണ് ഡൽഹി പോലീസ്. ആരാ നിർദ്ദേശം കൊടുത്തത്? അമിത്ഷാ. അവർ ഡൽഹി പോലീസ് പറഞ്ഞിരിക്കുക. സന്ദീപ് അതുകൂടി കൂട്ടി മറുപടി പറയണം. സന്ദീപ് അതുകൂടി കൂട്ടി മറുപടി പറയണം. നിർദ്ദേശം കിട്ടിയിരിക്കുക ഡൽഹി പോലീസ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ കാര്യം, ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇന്നിവിടെ എത്തിയത്. ഒരു വിഷയം, പിന്നെ ഇപ്പോൾ ആകസ്മികമായി ഇപ്പോൾ ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് എന്ന നിലയിൽ ആ സ്ത്രീ എന്താ തിരുമേനി എങ്ങനെ സഹിക്കണു ഈ മുതലിനെ? സ്ത്രീകളെ വിഷയമാണ്. കേരള സ്ത്രീകൾ നോക്കുന്നുണ്ട്. ശരി, സന്ദീപ് മറുപടി പറയും. ശ്രീമതി ക്ഷമ, സന്ദീപ് മറുപടി പറയും. ഞാനൊരു സ്ത്രീയാണ്. അവർക്ക് ഇന്ന് നീതി കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് നാളെ നീതി കിട്ടൂല. ഓരോ ചെറുപ്പക്കാർ, അവരുടെ സ്ത്രീകളുണ്ട്, പാവപ്പെട്ട കുടുംബത്തിൽ, അവർക്ക് നീതി കിട്ടുമോ? ശരി, ശ്രീമതി ക്ഷമ, സന്ദീപ് പറയട്ടെ. ശരി, സന്ദീപ് പറയട്ടെ. എന്നെ ഇതോട് കുത്തി അങ്ങ് കൊല്ല്. ക്ഷമ, ഇപ്പോൾ ഈ പാനലിലെ ഏക സ്ത്രീയായി നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അല്പനേരം ക്ഷമ കാണിക്കൂ. എന്തായാലും എന്നോടാണല്ലോ ചോദ്യം. നമുക്കൊരു ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ പോകാം. വെറുതെ ബഹളം വെച്ചിട്ട് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും ഞങ്ങളെ സ്ത്രീകൾ ഇങ്ങനെ കഷ്ടപ്പെടുക. സെക്ഷൽ ഹറാസ്മെന്റ് പറഞ്ഞ് ഞാനൊരു സ്ത്രീയാണ്. നാളെ ഞാനായിരിക്കും വിക്ടിം. എന്റെ മേലായിരിക്കും ആ സെക്ഷൽ ഹറാസ്മെന്റ്. ഇവർക്ക് നീതി കിട്ടണമല്ലോ. ഇവിടെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ട്. പ്രായപൂർത്തിയായ പെണ്ണുങ്ങളോ? ഏതാത്? ഞാൻ തന്നെ. ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയാ. കഴിഞ്ഞോ? നിങ്ങൾ നിർത്തിയിട്ടേ ഞാൻ സംസാരിക്കുള്ളൂ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീര പോലെ നിങ്ങൾ ചോദിക്കുന്നതൊന്നും മറുപടി പറയാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ മിണ്ടാതിരിക്കാമെങ്കിൽ ഞാൻ സംസാരിക്കാം. നിങ്ങൾക്ക് പല ചോദ്യങ്ങളും ഉണ്ടാകാം. അത് എവിടെയെങ്കിലും ഒരു മൈക്ക് വെച്ച് അവിടെ പോയി പ്രസംഗിക്കുകയായിരിക്കും നല്ലത്. ഇത് ചാനൽ ഫ്ലോറാണ്. ഇവിടെ സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണുള്ളത്. അതിന് മറുപടി പറയാനാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ല, നിങ്ങളിങ്ങനെ പുട്ടിന് പീര പോലെ ഇടയ്ക്കിടയ്ക്ക് കയറി പറയുന്നതൊന്നും മറുപടി പറയാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ഞാൻ പോവുകയാണ്. നിങ്ങൾ ആദ്യമേ തന്നെ തീരുമാനം എടുക്കൂ. കാരണം ഞാൻ ട്രൗസറിൽ മുകളിൽ. ഓ, ഇതാണോ അപ്പുറത്ത് പൊട്ടിക്കിടക്കുന്ന കക്കൂസ്? എന്താ എടുത്ത് തലയിൽ ചുമക്കണമെന്നുണ്ടോ? പറയൂ, സന്ദീപ് പറയട്ടെ. ഞാൻ ഈ സ്ത്രീ സന്ദീപ് പറഞ്ഞതിന് ശേഷം അല്ല മഞ്ജുഷ്, ഞാൻ ഈ സ്ത്രീയുടെ നിരവധി ചർച്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 1-2 തവണ മാത്രമാണ് ഇവരോടൊപ്പം ചർച്ചയ്ക്ക് ഇരുന്നിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് ആദ്യമേ തന്നെ പ്രഖ്യാപിക്കുകയാണ്, ക്ഷമ, ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെട്ടാൽ ഞാൻ ഈ പാനലിൽ നിന്ന് പോകും. ചില ചോദ്യങ്ങൾ ഉണ്ടാവുന്നതാണ്. അത് മാത്രമല്ല, അല്ല ഹരിദ്വാർ എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ, നീ വാ പൊളിക്കരുത് പ്ലീസ്. അല്ലല്ല, രണ്ടുപേരെയും ശാന്തരാക്കാൻ ഞാൻ മിണ്ടാതിരിക്കും. സന്ദീപ് പറഞ്ഞോളൂ. കാരണം ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ അത് ആർക്കാണെങ്കിലും വൈകാരികമായിട്ട് പ്രതികരിക്കാൻ തോന്നും. അത് ക്ഷമ ചെയ്തു. ക്ഷമ നിർത്തി. സന്ദീപ് പറഞ്ഞോളൂ. സന്ദീപ് പറഞ്ഞോളൂ. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. നിങ്ങൾ കേൾക്കാത്തോണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ എന്റെ നിലപാട് ഇപ്പൊ ആദ്യമേ ചർച്ച തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിരുന്നു. എന്റെ നിലപാട് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ഈ ക്ഷമയുടെ നിരവധി ചർച്ചകൾ കണ്ടിട്ടുള്ളൂ. ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം, ഒരു വിഷയമില്ല. പക്ഷേ ജനാധിപത്യപരമായ രീതിയിൽ ചർച്ചയിൽ ഇടപെടുന്നതും ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ടീസ് ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ അപ്പോൾ ചർച്ചയിൽ നിന്ന് പോകും. എനിക്ക് നിങ്ങളെ ഭയമാണെന്ന് തന്നെ നിങ്ങൾ നാടുകളെ പറഞ്ഞോളൂ. എനിക്കിങ്ങനെ നിലവാരം കുറഞ്ഞ എന്താണ് പറഞ്ഞ ബ്ലാ വർത്താനത്തിന് മറുപടി പറയാൻ സമയമില്ല. അങ്ങനെയല്ല മഞ്ജുഷ, നമ്മൾ ഈ വെറുതെ എന്താണ് പറയുന്നത്, വളരെ ഫ്രജൈലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട്, വളരെ നെയ്വായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞൊരു ഡിസ്കഷനിൽ നിന്ന് നമ്മൾ അങ്ങനെ ഒളിച്ചോടാൻ പാടില്ല. ഈ ഒരു ഗുസ്തി താരം അന്തർദേശീയ തലത്തിൽ അല്ലല്ല, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. വാസ്തവത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു തകരാറുണ്ടോ? 3 ചെന്ന ഒച്ച മാറും. എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒരു തവണ അല്ല, എനിക്ക് മഞ്ജുഷ പറ്റില്ല.
അവർ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അല്ല, എന്നോടല്ലേ നിങ്ങൾ ചോദിച്ചു? എന്നാൽ അവർക്ക് സമയം കൊടുത്തോളൂ. അവർ പറഞ്ഞ് തീർത്തതിന് ശേഷം സംസാരിച്ചോളാം. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സന്ദീപ് പറഞ്ഞതിന് അവർ മറുപടി പറഞ്ഞു. അങ്ങനെയാണോ? ഞാൻ അവരോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മാറ്റി പറയുകയായിരുന്നോ വിനേഷ് ഫോഗടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അല്ല, അവർക്കന്ന് പറയുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല തുറന്നു പറയാനെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണെന്ന്. ബ്രിജ്ഭൂഷൺ ഒരു വലിയ അധികാര കസലിരുന്ന സമയമാണ്. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: അന്തിമമായ ഒരു പോരാട്ടം വേണോ അതോ വിരട്ടി ഓടിച്ചാൽ മതിയോ? അല്ലെങ്കിൽ താങ്കളുടെ മറുപടിയാണ് സന്ദീപ്. മഞ്ജുഷ്, ഞാൻ ഒരു കാര്യം പറഞ്ഞേ, ഇവര് ഒരാള് തെറ്റ് പറയുമ്പോ അവരൊരു ക്രിമിനൽ ആക്കും. നിങ്ങൾക്ക് ഓർമ്മയില്ല ഞങ്ങളെ കർഷകരെ വിളിച്ചത് ഖാലിസ്ഥാനി, ടെററിസ്റ്റ്, എന്താ അർബൻ നക്സലൈറ്റ് എന്തെല്ലാം വിളിച്ചിരിക്കുക. അപ്പൊ ഇവിടെ ആരും പ്രതിഷേധം ചെയ്യാൻ പാടില്ല. അവര് പ്രതിഷേധം ചെയ്യുമ്പോ അവരെ പല പേരുകൾ വിളിക്കും. അതെല്ലാം നടക്കുന്നത്. ഇപ്പം ഇവര് പ്രതിഷേധം ചെയ്യുമ്പോ അവരെ ഇനി പറയും അവര് കോൺഗ്രസിന്റെ ഒക്കെ ഗൂഢാലോചന ചെയ്യാം. ഇവിടെ പ്രതിഷേധം ചെയ്യാൻ പറ്റില്ല. ഈ സർക്കാരിന്റെ എതിരെ ഒരു പ്രതിഷേധം ചെയ്യാൻ പറ്റില്ല. അവരെല്ലാം ചീത്തയാണ്. മറുപടിയില്ല. ഈ ചൂലോണ്ട് എന്നെ കൊണ്ട് പണിയിപ്പിക്കല്ലേ. അങ്ങനെ മാറിക്കടോ. ഒട്ടി നിൽക്കാൻ വന്നിരിക്കുന്നു. അല്ല, അങ്ങനെ പറയരുത് സന്ദീപ്. മൈക്ക് വെച്ചിട്ട് മറുപടി പറയൂ. ഇല്ല, അവരോട് ഞാൻ ചോദിച്ചിട്ടാണ് അവർ മറുപടി പറഞ്ഞത്. അല്ല, അവരെന്നോട് അനുവാദം ചോദിച്ചു, ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് അവർ മറുപടി പറഞ്ഞത്. പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട് പറയാം, ന്യൂസ് 18 ചർച്ചയ്ക്ക് എന്നെ വിളിക്കുമ്പോൾ ഈ സ്ത്രീയാണ് ഓപ്പോസിറ്റ് പാനലുണ്ട്, ഞാൻ വരില്ലായിരുന്നു. സോറി. അത് നല്ല കാര്യം. എന്നെ പേടിയല്ല. സന്ദീപ് അങ്ങനെ പറയാതെ. കോൺഗ്രസ് സ്ത്രീകളൊന്നും പേടിക്കുന്ന അല്ല, സന്ദീപിനും മറുപടി പറയുന്നത് എന്തോരം അവസരം തന്നു. മഞ്ജുഷേ, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അല്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിച്ചല്ലേ പോയുള്ളൂ. മൈക്ക് കുത്തി അവിടെ ഇരിക്കും. അല്ലല്ല, സന്ദീപ് മറുപടി പറയാൻ തയ്യാറാണ്. സന്ദീപ് മറുപടി പറയാൻ തയ്യാറാണ്. സന്ദീപ് ഇരുന്ന് മറുപടി പറയൂ. മറുപടി പറയൂ. സന്ദീപ് മറുപടി പറയൂ. പേടിച്ചിട്ട് പോവാ. അങ്ങനെയല്ല ക്ഷമ അങ്ങനെയല്ല. അല്ലേ സന്ദീപ്, ഈ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലല്ല, ഞാനാണ് അവർക്ക് അവസരം കൊടുത്തത് മറുപടി പറയാൻ. അല്ല, ഞാൻ അല്ലല്ലോ, അങ്ങനെയല്ലോ. ആ സമയത്ത് അല്ലല്ല ക്ഷമ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ചർച്ചയ്ക്ക് പറഞ്ഞപ്പോൾ സന്ദീപിനെയാണ് ഞാൻ ആദ്യം വിളിച്ചത്. രണ്ടാമത് കോൺഗ്രസ് ആരാണെന്ന് ചോദിച്ചു. കോൺഗ്രസ്സുകാർ തന്നിട്ടില്ല ഇതുവരെ എന്ന് പറഞ്ഞു. കാർഡ് അയച്ചു തന്നപ്പോൾ അതിൽ ക്ഷമയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ താങ്കൾ പറഞ്ഞു ക്ഷമയാണെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു എന്ന്. ശരിയാണ്. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. താങ്കൾ അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ വരില്ല എന്ന് താങ്കൾ പറഞ്ഞില്ല. എന്നാൽ ഇരുന്ന് മറുപടി പറയൂ. അല്ലല്ല, ഇത് പരസ്പരം തർക്കിക്കേണ്ട ഒരു കാര്യമല്ല. താങ്കൾ ഇരുന്ന് മറുപടി പറയൂ. മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. അല്ല, മറുപടി പറഞ്ഞിട്ട് പോകൂ. സന്ദീപ് മറുപടി പറയൂ. നമ്മൾ അങ്ങനെ പിണങ്ങി പോകേണ്ട ആളുകളല്ല. അതുകൊണ്ടാണ് ക്ഷമ. സന്ദീപ് മറുപടി പറയും. മാത്രം ഞാൻ സംസാരിക്കും. ക്ഷമ കുറച്ച് സമയം. എന്നെ തറയാക്കലടാ മോനെ. നിങ്ങളുടെ ഇത്തരത്തിലുള്ള എന്താ പറയുക, ഇത് കേൾക്കാനല്ല ഇവിടെ വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യപരമായ രീതിയിൽ എത്രയോ ഹീറ്റഡ് ആയിട്ടുള്ള ഡിബേറ്റുകളിൽ നമ്മൾ ഇടപെടാറുണ്ട്. നമ്മൾക്ക് ആർക്കും ഒരു വിഷയമില്ല. പക്ഷെ അതിനൊക്കെ ഒരു എന്താ പറയുക കോർട്ടസിയും അതിനൊക്കെ ഒരു മര്യാദയും ഉണ്ട്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു, പുട്ടിന് പീര പോലെ പറയുന്നതിനെ അത് പരിഹരിച്ചു. ഞാൻ പറഞ്ഞല്ലോ അതേന്ന്. ശരി, എനിക്ക് മര്യാദ ഇല്ല. എന്ത് വാക്കുകളാണ് ടി വി ചാനലിൽ ഉപയോഗിക്കുന്നത്? എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് മര്യാദ ഇല്ല എന്നുള്ളത് 100 തരമല്ലേ? നിങ്ങൾക്ക് മര്യാദ എന്നത് നിങ്ങളുടെ എന്താണ് 7 അയൽവക്കത്തു കൂടി പോയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പെരുമാറില്ല. അങ്ങനെ ചെയ്യരുത് ക്ഷമ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ജനാധിപത്യപരമായ പ്ലാറ്റ്ഫോം. You are patriarchal. Do you understand that? പുരുഷ മേഖല എന്റെ അടുത്ത് പറ്റൂല. മനസ്സിലായോ? മറുപടി അല്ല, സന്ദീപ് പറഞ്ഞതിന് മറുപടി പറയാൻ അവസരം ഞാൻ തന്നതാണ്. ഇനി സന്ദീപ് പറയട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കാം. മുൻകോപിയാ, ചെറിയ മൂലക്കുറിന്റെ അസ്കിതണ്ടേ, അതൊന്നും പ്രശ്നമാക്കണ്ട. നിങ്ങളാരാണ് എന്റെ വ്യക്തിത്വത്തിന് മാർക്കിടാൻ? നിങ്ങളാരാണ് ശ്രീമതി ഷമ മുഹമ്മദ്? നിങ്ങൾക്ക് അതിന് ആരും ലൈസൻസ് തന്നിട്ടില്ല. മനസ്സിലായല്ലോ?
പേട്രിയാക്കി വേറെ എവിടെയും പോയിട്ട് കാണിക്കും പുരുഷ മേഘാലത്ത് എന്റെ അടുത്ത് പറ്റൂല. താങ്ക് യു വെരി മച്ച്. എന്താണിത്